എന്താ ഇപ്പം കഥ? അപ്പം നമ്മളെ ഇതൊക്കെ എന്താ കയറോ അറിയാമല്ലോ. പണിക്കുക പുതിയ പണി ടീം ഒന്നുമല്ല, വെള്ളത്തിൻ്റെ കുഴി റെഡിയാക്കണം. നമ്മളെ വീട്ടിൽ തന്നെ വെള്ളത്തിൻ്റെ കുഴിയുണ്ട്, അത് കാണിച്ചു ഞങ്ങൾക്ക്. അതൊരു ഉറുകാണ്. ഉറുക്കെന്ന് പറഞ്ഞാൽ ഉറവ് എങ്ങനെ പറഞ്ഞു, വെറുതെ ഇങ്ങനെ വെള്ളം തന്നെതാണ് കിണറ്റിലൊക്കെ വരുന്നത്. അതേമാതിരി ഉറുകില്ലേ, ഉറുക്ക്. അപ്പോൾ അതിൽ ചണ്ടി നിറഞ്ഞു, ചണ്ടില്ല മണ്ണ്, അത് ക്ലീനാക്കണം. വെള്ളം കമ്മിയല്ലേ പോകും, അത് ക്ലീനാക്കാൻ പോകും. സ്ഥലം കണ്ടാൽ മുങ്ങിയിട്ടും ചെറിയൊരു കുണ്ടാട്ടോ. ഇപ്പോൾ കൈക്കോട്ടം നല്ലതാണ്, ഇത് കാണുന്നതിനേക്കാൾ ചെറിയൊരു കുഴി എന്നാണ് ഇത്രയും കാലം വെള്ളം വന്നത്. അപ്പം കുന്നും മലയും താണ്ടി കയറി പോവുകയാണ് ഞാൻ, ശരിയാക്കാൻ പോവുകയാണ് ഞാൻ. കാട്ടിലൊരു കുഴിയുണ്ട്, സ്വന്തമായ വെള്ളമുണ്ട്. ആളുകൾ ഇവിടെ കേട്ടോ, ശരിയാക്കട്ടെ മനസ്സിലാക്കാം. ഇതാണ് ഗൈസ് കുഴി ആണുങ്ങൾ. വെള്ളം കുടിവെള്ളമല്ല കേട്ടോ, കുടിക്കാം. പക്ഷേ നമ്മളിത് ക്ലീനാക്കാത്തതുകൊണ്ട് കുടിക്കാറില്ല, കുടിക്കൽ വേറാണ്. എല്ലാത്തിനൊക്കെ ഉപയോഗിക്കണം. ഇന്നിപ്പോൾ ഒക്കെ ആകെ വൃത്തിയേടായി കിടക്കുക. ഇതിലെങ്ങനെ പൈപ്പിട്ട് പൈപ്പൊക്കെ മാറ്റണം, കുറച്ച് പണി. ഒന്ന് കുറച്ച് പണിയുണ്ട്. ഇത് വേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഈന്നാണ് വെള്ളം പിന്നെ അവിടെ നിന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇത് ഇവിടെ നിന്നേ ഉണ്ടായി വരും കേട്ടോ വെള്ളം. അപ്പോൾ എന്താ വെച്ചാൽ എന്താ, അപ്പോൾ കുപ്പി വലിച്ചപ്പോഴത്തേന് വെള്ളം കഴിഞ്ഞ്. കുറച്ച് ചണ്ടിയാണ്, എങ്ങനെ പോരും ഗൈസ്. ഇതുണ്ടെങ്കിൽ കാട്ടുമുക്കിലാണ് കുഴി. ആയിരിക്കില്ല, അപ്പോൾ അത് വാരട്ടെ. ഇതെങ്ങനെ പോട്ടോ ഹൗസ്. ഇവിടെ ഉണ്ട് വേറെ കുഴി, ഇവിടെ ഒരു കുഴിയുണ്ട്. ഏതായാലും ക്ലീൻ ചെയ്യട്ടെ. അതെ ഇനി ബെൽറ്റ് അയച്ചേണ്ടി വരും. എന്നാലും 100 റുപ്യക്കുള്ള ഉറപ്പ് വേണ്ടേ? 100 റുപ്യക്കുള്ള ഉറപ്പ് നമ്മളെ ചളി വേണം. പണിയുണ്ട്. വെള്ളം റെഡി ആക്കുമ്പത്തിന് ഇവിടെ ഏക്കണം. പൈപ്പൊക്കെ പൊട്ടിക്കണം. ഒക്കെ ജോയിൻ്റ് ഇത് നമുക്ക് ഒരു ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഒന്ന് ഏക്കട്ടെ കേട്ടോ. സെറ്റ് നെറ്റിടാൻ പോവാം. നെറ്റിടണം. ചണ്ടി ആളാക്കാം. അസിസ്റ്റൻ്റ്
പോയി സാധനമൊക്കെ എടുത്ത് തന്ന പോതിന് കേട്ടോ വെള്ളം തെളിഞ്ഞു. കുണ്ടത്തെ മറ കാണിക്കാം കണ്ടോ, വെള്ളം അടിപൊളി. ഒഴിഞ്ഞ് വല ഇടണം. ഇതിന് തെളിഞ്ഞിട്ടില്ലെങ്കിലും വെള്ളം വലിഞ്ഞു. പക്ഷേ തെളി കുപ്പി പൊന്തി. ഇത്ര വെള്ളം ഉണ്ടായിന്, ഇനി തെളിഞ്ഞു വരണം. ഇനി കുപ്പി പൊന്തിച്ചേക്കണം, അപ്പോൾ വെള്ളം തെളി. ഇതൊക്കെ സെറ്റാക്കുമ്പോഴത്തേന് വെള്ളം തെളിയും. സെറ്റാക്കി തരാം. പണി വാളി വല ഇട്ടേ ശരിയായില്ല. വലക്ക് ഫ്രെയിം അടിക്കുക തന്നെ വേണം. ഞങ്ങൾ ചെറിയ വല ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് ഫ്രെയിം അടിക്കുക തന്നെ വേണം. ഫ്രെയിം അടിച്ച് മേലെ വെക്കണം. താൽക്കാലിക അവിടെ വെച്ചു. ഇന്നത്തെ പരിപാടി കലാസ്. ഇനി അവിടെ വെള്ളം വരുന്നുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥകൾ. ഇതെങ്ങനെ വീഡിയോ എടുക്കൽ? ഈ ടൈം പണിയിലാണല്ലോ, കോട്ടത്തിലാണല്ലോ ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ എടുക്കണടാ പണിയും ഇതൊക്കെ. ഇതൊക്കെ ഒരു പാഷനല്ലേ, ഒരു രസമല്ലേ. ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്താണ് കൂടെ കൂടി. ഈ ഒരു റിസ്കിന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഉണ്ടാവും കരുതുന്നത്. അവിടെ നമ്മുടെ ഊരിയൊക്കെ ടൈറ്റ് ആക്കണം. വെള്ളം വരുന്നുണ്ട്. ആ കുപ്പിയെ മാറ്റി വീണ്ടും കലക്കായി. ഇനി ഇവിടെ ഇത് ജോയിൻ്റ് ചെയ്തിട്ട് ഇത് വെച്ച് ടൈറ്റ് ആക്കും. വരുന്നില്ലെന്ന് കാണുമ്പോൾ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ വലിക്കും. അങ്ങോട്ട് വരും. അതൊക്കെയാണ് അവസ്ഥ. ചില സമയങ്ങളിലൊക്കെ രാത്രിയൊക്കെ കാടാണ്. കാട് ആരൊക്കെ ഉണ്ടാവും. അല്ലല്ല ഇത് കൊടുക്കട്ടെ. ഇപ്പോൾ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് അമ്മ മുന്നിൽ കേട്ടോ. അമ്മ എൽപ്പറായിട്ടുണ്ടേ. ഞാനും പോരാ, ഒറ്റക്കൊണ്ടാ പോരുന്നാലും എന്നാൽ നമുക്കൊരു സാഹചര്യത്തിന് ഇത് കയറാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. പല്ലും തൊട്ടില്ല ഇറങ്ങി കയറാം. എന്നിട്ട് തന്നെ ഒരട്ടം പോകുന്നു. വീഡിയോയിൽ ആളെ തരൂല, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് കാണിച്ചത് അങ്ങനെ ചാടിക്കിടന്ന് പോരണം. അപ്പോൾ ഏതായാലും വെള്ളം വരുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. പോയിക്കട്ടെ, കുളിച്ച് ഫ്രഷായി ചാടി കിട്ടാം.